കൊല്ലം കരുനാഗപ്പള്ളിയിൽ കുളത്തിന്റെ സംരക്ഷണ വേലി സ്ഥിരമായി മോഷ്ടിക്കുന്നുവെന്ന് പരാതി. അലൂമിനിയം ഗ്രില്ലുകളാണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. CCTV ക്യാമറ ഉണ്ടായിട്ടും മോഷ്ടാക്കളെ പിടികൂടാൻ കഴിയുന്നില്ല എന്നും പരാതിയുണ്ട്. ഈ അടുത്ത കാലത്തായി ഇതിൻ്റെ ഗ്രില്ലുകൾ ഓരോന്നായി പല ഘട്ടങ്ങളിലായി ഇളക്കിക്കൊണ്ടു പോകുന്ന ഒരു പ്രവണത കൂടി കാണാൻ കഴിയുന്നു. അത് പലപ്പോഴും നമ്മൾ പരാതി പറയുകയും ചെറിയ ചെറിയ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടും അതിനൊരു പരിഹാരമെന്ന നിലയിൽ കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും കഴിഞ്ഞ 2-ാം തീയതിയോട് കൂടിയിട്ട് ഈ കുളത്തിൽ കുറച്ച് ഗ്രില്ലുകൾ ഇളക്കിക്കൊണ്ടു പോവുകയും അത് പരാതിയിൽ ഞാൻ രേഖാമൂലം കൗൺസിലർ എന്ന നിലയിൽ ഞാൻ രേഖാമൂലം പരാതി സെക്രട്ടറിയെ ഏൽപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില അന്വേഷണങ്ങൾ നടക്കുകയും ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ഇത് പുനഃസ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. അരുൺരാജ്, ഇതിൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് ഇവരെ പിടികൂടാൻ കഴിയാത്തത്? അരുൺരാജ്, അനുജ, മലയാളത്തിലൊരു സിനിമയുണ്ട്, ക്രേസി ഗോപാലൻ. ഈ വീടിന്റെ കട്ടിള ഒരു തരത്തിലും വെക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ആ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെയുള്ളൊരു അവസ്ഥയാണ് കരുനാഗപ്പള്ളി 33-ാം ഡിവിഷനിലെ പള്ളിക്കുളം ഈ കുളത്തിനുള്ളത്. കുളത്തിന്റെ ചുറ്റും എപ്പോൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് വേലി കെട്ടിയാലും ആ നിമിഷം തന്നെ സാമൂഹ്യ വിരുദ്ധർ, ഈ മോഷ്ടാക്കളെത്തി ഇത് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് പതിവ്. ആ പതിവ് തുടരുന്ന അവസ്ഥയിലാണ് ഗതികെട്ടുകൊണ്ട് ഈ വാർഡിലെ കൗൺസിലർ കൂടിയായ പുഷ്പാങ്കദൻ നഗരസഭാ സെക്രട്ടറിക്ക് പരാതിയായി നൽകിയത്. തനിക്കിനി ഇത് ഇക്കാര്യത്തിൽ കൂടുതൽ ചെയ്യാനില്ല, നടപടി ഉണ്ടാകണം, ആരെങ്കിലും ഇട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് വാർഡ് കൗൺസിലർ തന്നെ വ്യക്തമാക്കുന്നത്. CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി കൊടുത്തിട്ടും ഇത് ആരാണ് മോഷ്ടിക്കുന്നത് എന്ന് കണ്ടെത്തി അവരെ പിടികൂടി നടപടി സ്വീകരിക്കാൻ പോലീസോ മറ്റുള്ളവരോ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇക്കാര്യത്തിൽ ഈ കുളത്തിനൊരു സംരക്ഷണ ഭിത്തി ഒരുക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ കൗൺസിലറുടെ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി ഇപ്പോൾ ആ വാർഡിൽ മാറിയിരിക്കുന്നത്. എന്തായാലും ഈ അലൂമിനിയം ഫാബ്രിക്കേഷനുള്ള ഈ വേലി തുടർച്ചയായി മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ സഹിതം വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് ഈ വാർഡ് കൗൺസിലർ. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ കൗൺസിലർ ഉള്ളത്. ശരി, അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്.